സൂസനുള്ള മെസ്സേജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. കഴിഞ്ഞ സോങ്സ് എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഇതിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, ഓളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഒന്നും ഞാൻ ആരോടും പറയുന്നില്ല. എല്ലാവരും ഓരോ മനസ്സുപോലെ ചെയ്യുക. ദൈവഹിതമായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ എൻ്റെ ഇതിൽ വരട്ടെ, അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്കൊരു ഭവനം പണിയുന്നുണ്ടേ, ഭവനത്തിൻ പണിയോ തീരാറായി. ഹലോ, എനിക്കല്ല, നമുക്ക് ഒരു ഭവനം പണിയുന്നുണ്ട്. അതെവിടാണ്? സ്വർഗത്തിൽ. എൻ്റെ ഉള്ളിലിരുന്ന ആ പരിശുദ്ധാത്മാവ് ഒരു ദിവസം എന്നോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പാട്ട് എഴുതാൻ വേണ്ടി എന്നോട് പറഞ്ഞു, എനിക്കൊരു ഭവനം പണിയുന്നുണ്ട്, ഭവനത്തിൻ്റെ പണിയോ തീരാറായി. പിന്നെ അടുത്ത സ്റ്റാൻസിൽ പറയുന്നത്, ആ ഭവനത്തിൽ ഞാൻ തനിയല്ല, ദൈവമുണ്ട്, പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്, സ്വർഗീയ സൈന്യങ്ങൾ ചുറ്റിലുമുണ്ട്. പിന്നെ അടുത്ത സ്റ്റാൻസിൽ പറയുന്നു, 6 അടി മണ്ണ് ഈ മൺകൂടം വിട്ട് ഞാൻ എൻപുറത്ത് ഭവനത്തിൽ ചെന്ന് ചേരും. താതനെ പ്രതി ഞാൻ സഹിച്ച കഷ്ടങ്ങൾ താൻ പ്രതിഫലം കണ്ട് ഞാൻ ആനന്ദിക്കും. അപ്പം 6 അടി മണ്ണും ഈ മൺകൂടും വിട്ട്, നമ്മുടെ ഈ മൺകൂടും 6 അടി മണ്ണും എനിക്ക് കഴിഞ്ഞ ഈ 2024 ജനുവരി ഫെബ്രുവരി ആണെന്ന് തോന്നുന്നു, എൻ്റെ ഫ്രണ്ട് എനിക്കൊരു വീഡിയോ ഇട്ടു. അതായത് ആഫ്രിക്കയിലെ ഈ ഫ്യൂണറൽ നടത്താൻ, ശവസംസ്കാരം നടത്തുന്നതിന് 6 അടി മണ്ണിൽ ഇവിടുത്തെ പോലെ കിടത്തിയല്ല. അതും എനിക്ക് തോന്നി ഇങ്ങനെ ഡിജിറ്റലാക്കിയാണ്. ഒരു കുഴി എടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ബിൽഡിംഗ് ഒക്കെ പണിയാൻ പറ്റി, നമ്മൾ ഈ ഫില്ലർ വാർക്കാൻ വേണ്ടി ഒരു സ്ക്വയർ ഫീറ്റ് കുഴി എടുക്കുമല്ലോ. അതായത് ഒരാൾക്ക് ഒന്ന് ഇറങ്ങി നിൽക്കുവാൻ, ഈ മരിച്ച ആളിന് ഇറങ്ങി നിൽക്കാൻ എത്രയും സ്ക്വയർ ഫീറ്റ് കുഴി വേണം. അത്രയും ഒരു കുഴി സ്ക്വയർ ഫീറ്റ് എടുത്തിട്ട് ഈ ഡെഡ് ബോഡി കിടത്തിയല്ല, നിർത്തി താഴോട്ട് ഇറക്കുന്നതായിട്ട് ഒരു വീഡിയോ. അപ്പോൾ എൻ്റെ ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇനി 6 അടി മണ്ണിൻ്റെ അവകാശമില്ല എന്നാണ്. അപ്പോൾ അതുവരെ ഡിജിറ്റലാക്കുവാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തുവായാലും അപ്പോൾ പറയുന്ന 6 അടി മണ്ണും മൺകൂടും വിട്ടും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെന്ന് ചേരും. എല്ലാവർക്കും അതിൽ ചെന്ന് ചേരാനുള്ള അവസരം ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഗാനം നമുക്ക് കേൾക്കാം. എനിക്കൊരു ഭവനം പണിയും